ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഇടതുപക്ഷത്തിനുള്ളിൽ LDF-നുള്ളിലും കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPI-CPM തർക്കം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഉപനേതൃസ്ഥാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ള നിലപാട് ഉറച്ചു നിൽക്കുകയാണ് CPI. മുന്നണിയിലെ രണ്ടാം കക്ഷി എന്ന നിലയിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറയ്ക്കാൻ കഴിയില്ലെന്നും CPI ചൂണ്ടിക്കാട്ടുന്നു. വിഷയം CPM കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നീക്കവും CPI ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഉപനേതൃസ്ഥാനം CPIക്ക് നൽകേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും CPIM നേതൃത്വം. റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ആദ്യം വാർത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓണം എങ്ങനെ? ശ്രീഹാസ്രുതി, രണ്ടുപേർക്കും ഹാപ്പി ഓണം. ഏതായാലും ഇന്ന് ആഘോഷമാണ്. തലസ്ഥാനത്ത് നേരത്തെ പ്രതീക്ഷയൊക്കെ പറഞ്ഞതുപോലെ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്ന പ്രദർശനങ്ങൾ ഉൾപ്പെടെയുണ്ട്. വലിയ ജനക്കൂട്ടം പതിവ് പോലെ തന്നെ തിരുവനന്തപുരത്തുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി തിരുവനന്തപുരത്ത് രാത്രി അത്ര സജീവമായിരുന്നില്ല. പക്ഷേ ഈ തവണ ഇന്നലെയൊക്കെ 11:30 കഴിഞ്ഞിട്ടും നഗരത്തിലാകെ ആൾക്കൂട്ടമായിരുന്നു. നഗരത്തിലെ കടകളൊക്കെ സജീവമായിരുന്നു. അത് കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ആദ്യത്തെ കാഴ്ച പോലെ തോന്നി. ഏതായാലും ആവേശം തുടരും. തിരുവോണ ദിവസവും സദ്യക്കായി ഹോട്ടലിന് മുന്നിലും കാറ്ററിംഗ് സർവീസുകൾക്ക് മുന്നിലുള്ള ക്യൂ നമ്മൾ അല്പസമയത്തിനകം കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആഘോഷം അവധിയില്ലെങ്കിലും ഓഫീസിൽ എല്ലാവർക്കും ഇപ്പോൾ ആഘോഷമുണ്ടാവും. അതാണ്, ഓണം ആഘോഷിക്കുകയും ചെയ്യും, ഒപ്പം വാർത്തകൾ നൽകുകയും ചെയ്യും. അപ്പൊ നമുക്ക് വാർത്തയിലേക്ക് തന്നെ കടക്കാം അല്ലേ? എങ്ങനെയാണ് കാര്യങ്ങൾ? LDF-ൽ ഒരു ഓണത്തല്ലിന് സമാനമായ സാഹചര്യമുണ്ട് ശ്രുതി ഷിയാസ്. കാരണം LDF-ൽ കഴിഞ്ഞ കുറേ ദിവസമായി തുടങ്ങിയ പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച തർക്കമാണ്. ആ തർക്കത്തിന് ഒരു അനുനയ നീക്കം CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറുന്നത്. ഇന്നലെ തന്നെ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. തൊട്ടു പിന്നാലെ സത്യൻ മൊകേരി ജനയുഗത്തിൽ എഴുതിയ ലേഖനം കൂടുതൽ കടുപ്പിക്കുന്നു CPI എന്നതിൻ്റെ സൂചന കൂടിയെ വിലയിരുത്തേണ്ടി വരും. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉപനേതാവ് സ്ഥാനം CPM തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പിച്ചു. അത് പരസ്യമായി പറയുകയും ചെയ്തു. അതാണ് CPI നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത്. ഏതായാലും ഇനിയൊരു അനുനയ നീക്കം മാത്രമല്ല, ഇനി പ്രകോപിപ്പിക്കേണ്ടതില്ലെന്ന മറ്റൊരു തീരുമാനവും CPM നേതൃത്വം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ CPIയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ പ്രതികരണം വന്ന സാഹചര്യത്തിൽ അതിന് തൊട്ടു പിന്നാലെയാണ് മുൻമന്ത്രി കൂടിയായ ശിവൻകുട്ടി CPI വിമർശിച്ച് രംഗത്തെത്തിയത്. സ്വാഭാവികമായും യുവനേതാക്കൾ ഉൾപ്പെടെ വിഷയം ഏറ്റെടുത്തതോടെ അതൊരു പരസ്യ സംവാദത്തിലേക്ക് എത്തുന്നു. അത് പൊട്ടിത്തെറിയിലേക്ക് മാറുമെന്ന ആശങ്ക CPM-ലെ മുതിർന്ന നേതാക്കളൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഓണം കഴിഞ്ഞാൽ വിഷയം സജീവമായ ചർച്ചയാവും. അത് പരസ്യ ചർച്ചയാണ്. കാരണം ഇനിയൊരു അനുനയ നീക്കമില്ലെന്ന് CPM തീരുമാനിച്ച സാഹചര്യത്തിൽ ഉപനേതാവ് സ്ഥാനം എന്തായാലും വിട്ടുകൊടുക്കാൻ CPM തയ്യാറല്ല. സമാനമായി ഉപനേതാവ് സ്ഥാനം വേണമെന്ന നിർബന്ധ നിലപാടോടുകൂടി CPI മുന്നോട്ട് പോകുന്നുണ്ട്. അത് അവകാശപ്പെട്ടതാണ് CPIക്ക് ഉപനേതാവ് സ്ഥാനം എന്ന നിലപാടിലാണ്. ഏതായാലും തർക്കം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതേസമയം ഇത് പൊട്ടിത്തെറിയിലേക്ക് പോകുമോ, CPI LDF-ൽ നിന്നും പടിയിറങ്ങുമോ എന്ന ഒരാശങ്ക കൂടി CPM-ന്റെ നേതാക്കൾക്കുണ്ട്. അതാണ് റോഷി, ആ രീതിയിലേക്ക് വരെ ചർച്ചകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് റോഷി പറഞ്ഞ പോലെ തന്നെ ഒരു ഓണത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിനുള്ളിൽ. റോഷി, അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ പോലെ LDF പിളരുമോ എന്നുള്ളൊരു ചോദ്യം K. രാജനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇത് തന്നെയാണ് മറുപടി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പിണറായി പറഞ്ഞതിനപ്പുറത്തേക്കൊരു നിലപാട് എങ്ങനെ ഇപ്പോൾ LDF കൺവീനർ ആണെങ്കിലും MV ഗോവിന്ദനാണെങ്കിലും ഒക്കെ പറയും എന്നുള്ളൊരു ചോദ്യം കൂടി നിൽക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഇരുകൂട്ടരും വിചാരിച്ചാൽ പോലും ഉടനെ ഒന്നും അവസാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ റോഷി? ഷിഹാസ്, ഈ തർക്കം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അവസാനിക്കുമോ എന്ന ഒരു സംശയമുണ്ട്. പക്ഷേ കാത്തിരിക്കേണ്ടി വരും. കാരണം ഉപനേതാവ് സ്ഥാനം കൈമാറി ഒരു വിട്ടുവീഴ്ചയ്ക്ക്, ഒരു അനുനയത്തിന് CPM തയ്യാറല്ല. അത് വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് അനുനയ നീക്കം പല കോണുകളിൽ നടക്കുന്നു. LDF-ൽ വിഷയം ഉന്നയിക്കാൻ CPI നേതൃത്വം ശ്രമിച്ചപ്പോൾ അത് തടയുകയായിരുന്നു CPM. നമുക്ക് പരിഹരിക്കാം, ചർച്ചകൾ നടത്താമെന്ന ഒരു ഉറപ്പായിരുന്നു CPIക്ക് നൽകിയത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സാഹചര്യം. കാരണം പിണറായി വിജയൻ തന്നെ ഇക്കാര്യത്തിൽ നിലപാട് പരസ്യമാക്കി. കാരണം ഉപനേതാവ് സ്ഥാനം വിട്ടു നൽകില്ല എന്ന്. ആ ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. വിശദാംശങ്ങൾ നൽകിയത്.